പ്രധാന വാർത്തകൾ നോക്കിയാൽ PV അൻവർ തന്നെയാണ് വാർത്തയിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ സ്വർണ്ണക്കടത്തൽ മലപ്പുറത്തെ പരാമർശിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിവാദമുണ്ടായതൊക്കെ അദ്ദേഹം വളരെ എടുത്തു പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഈ ശരിക്കും പറഞ്ഞ മുഖ്യമന്ത്രി അൻവർ എന്ന പോര് അതിങ്ങനെ കുറെ ദിവസങ്ങളായി ഉണ്ട്. മുഖ്യമന്ത്രി പറയുന്നു, അൻവർ അതിന് മറുപടി കൊടുക്കുന്നു, വീണ്ടും അടുത്ത ദിവസം മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രതികരിക്കുന്നു, അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ഈ വിവാദം ചൂടുപിടിച്ചു വരുന്നത് എവിടെ കൊണ്ട് നിൽക്കും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയുന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം റിപ്പോർട്ടുകളിലേക്ക് വിശദമായി. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന പരാമർശമാണ് വിവാദമായത്. പരാമർശം പിൻവലിക്കണമെന്നും തറ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി ഉയരണമെന്നുമാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. കള്ളക്കടത്ത് സംഘങ്ങൾ അഴിഞ്ഞാടിയത് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പരാമർശം വളച്ചൊടിച്ചെന്ന് പറഞ്ഞ് VP സാനു മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. PV അൻവറിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വർണ്ണക്കടത്തുകാരുടെ സ്ഥാപിത താത്പര്യം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു മുഖ്യമന്ത്രി. ഇന്ന് ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തും മലപ്പുറത്തെ ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചത്. 5 വർഷത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് 150 കിലോ സ്വർണവും 123 കോടി രൂപയുമാണ്. മുസ്ലിം തീവ്രവാദികൾക്കെതിരായ നടപടി മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണം വർഗീയ വിഭജനമുണ്ടാക്കി വോട്ട് നേടാനുള്ള തന്ത്രമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തി. വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ വടകരയിലെ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം. അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ അഴിഞ്ഞാടിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും കൂടിയാണ് മലപ്പുറത്ത് ഈ കൊള്ള സംഘങ്ങൾ അഴിഞ്ഞാടിയത്. മലപ്പുറം ജില്ലയിൽ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായിട്ടുള്ള ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ്. അതേസമയം അഭിമുഖം വായിച്ച ആർക്കും ആശയക്കുഴപ്പമില്ലെന്നും പരാമർശം വളച്ചൊടിച്ചെന്നും ചൂണ്ടിക്കാട്ടി VP സാനു മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചു. ഹിന്ദു പത്രത്തിന് അതിലൊരു സംശയം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ, അതായത് നമ്മുടെ തന്നെ മാധ്യമങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഇത് കൊടുത്തപ്പോഴും അതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത ചെയ്തപ്പോഴുമാണ് ഇത് ഈ അർത്ഥത്തിൽ വന്നത്. അല്ലാതെ ഹിന്ദു പത്രത്തിനോ ആ ഹിന്ദു പത്രം വായിച്ച ആളുകൾക്കോ അത്തരത്തിലുള്ള സംശയം തോന്നിയിട്ടില്ല. PV അൻവറിനോടുള്ള രാഷ്ട്രീയ വൈരം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് മലപ്പുറം ഫോബിയ ആണെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 മലപ്പുറം. ഇന്നിപ്പോൾ എന്തായാലും രാഷ്ട്രീയ വിശദീകരണ യോഗം PV അൻവർ നടത്തിയത് അത് രാഷ്ട്രീയ വിശദീകരണ യോഗമല്ല, എന്തായാലും ഒരു പൊതുപരിപാടിയിൽ അവിടെ ഒന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് നമ്മൾ കണ്ടു, മുതലക്കുളത്ത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് പ്രധാനമായും ഈ വിഷയം ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം ആയുധമാക്കിയാണ് PV അൻവർ കോഴിക്കോട് സംസാരിച്ചത്. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു എന്ന് അൻവർ തുറന്നടിച്ചു. ഒരു സമുദായത്തിന് മേൽ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. RSSുമായി ചേർന്ന മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും PV അൻവർ എന്ന് ആരോപിച്ചു. മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമി മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ചോദ്യമുണ്ടാകും. ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണക്കേസുകൾ പിടിച്ചു. എന്താ അദ്ദേഹം ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതായത് അടുത്ത ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായി പോയി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തുമെന്ന് നേരത്തെ PV അൻവർ അറിയിച്ചിരുന്നു. ഇപ്പോൾ
നാളെ അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും നിശ്ചയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മാറ്റിവെച്ചു എന്ന് PV അൻവർ MLA പറയുന്നു. തൊണ്ടയിൽ അണുബാധയെ തുടർന്ന് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. അടുത്ത പൊതുയോഗത്തിന്റെ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിക്കും എന്നാണ് PV അൻവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ, നിർത്താതെ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ? അതെ, നോക്കാം. അപ്പോൾ എന്താണ് അടുത്ത ദിവസങ്ങൾ എപ്പോഴാണ്, പുതിയ യോഗത്തിന്റെ ഡേറ്റ് എപ്പോഴാണ് വരുന്നത്, സമയത്ത് എന്താണ് എന്നൊക്കെ നമുക്ക് ഫേസ്ബുക്കിലൂടെ കാണാം എന്നാണ് PV അൻവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. ഗൂഢാലോചനയിൽ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളാണെന്നും അദ്ദേഹം പറയുന്നു. RSS നേതാക്കളെ കണ്ടത് 5 മിനിറ്റ് മാത്രമാണെന്നും കൂടിക്കാഴ്ച സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന് നൽകിയ മൊഴിയിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത്. 8 മണിക്കൂറോളം സമയമെടുത്താണ് മൊഴി രേഖപ്പെടുത്തിയത്. തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗം. ഇതിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാണ്. താനും അൻവറും തമ്മിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ആരോപണമുന്നയിച്ചത് കൃത്യമായ ഗൂഢാലോചന. RSS നേതാക്കളെ കണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം. തൃശൂരിൽ സുഹൃത്ത് ജയകുമാറിനൊപ്പം ദത്താത്രേയ ഹൊസവലയെ കണ്ടു, പരിചയപ്പെട്ടു. മുൻ SP ഉണ്ണിരാജൻ സ്ഥലത്തുണ്ടായിരുന്നു. ഇന്ത്യ ടുഡേ പരിപാടിയിൽ കോവളം ലീല ഹോട്ടലിൽ വെച്ചാണ് രാം മാധവിനെ കണ്ടത്. രാവിസ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആശിഷിനൊപ്പമാണ് പരിചയപ്പെട്ടത്. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളെ അവസരം കിട്ടുമ്പോൾ പരിചയപ്പെടാറുണ്ട്. ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായകരമാകും. അത് തെറ്റല്ലെന്നും നേതാക്കളെ പരിചയപ്പെടുന്നത് തുടരുമെന്നുമാണ് ADGPയുടെ മൊഴി. പൂരം കലക്കൽ ഉൾപ്പെടെ 11 വിഷയങ്ങളിലാണ് ADGPയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ കേരളത്തെ നടുക്കിയ PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ DGP ദർവേഷ് സാഹിബിന്റെ അന്വേഷണം ശാസ്ത്രീയമായി തുടരുകയാണ്. ഇതിനിടയിലാണ് ADGP MR അജിത് കുമാർ നിർണായക മൊഴി നൽകിയത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാണ് എന്നതും ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും. അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ഗൂഢാലോചന പ്രത്യേകം അന്വേഷിക്കേണ്ടി വരുമെന്നതാണ് ലഭിക്കുന്ന സൂചന. ദീപക് ധർമ്മടം, 24. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് അത് അൻവറിന്റെ പ്രതികരണം ആയിട്ട് തന്നെ കേൾക്കാം. PV അൻവർ MLA നാളെ അരീക്കോട് മറ്റന്നാൾ മഞ്ചേരിയിലും നിശ്ചയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. തൊണ്ടയിൽ അണുബാധയെ തുടർന്ന് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അടുത്ത പൊതുയോഗത്തിന്റെ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാളെ വൈകിട്ട് അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും നമ്മൾ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ. ത്രോട്ട് ഇൻഫെക്ഷൻ കുറച്ച് കൂടിയതുകൊണ്ട് 2 ദിവസത്തെ മിനിമം റെസ്റ്റ് ഡോക്ടേഴ്സ് കമ്പൽസറി ആയി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാളത്തെയും മറ്റന്നാളത്തെയും 2 പ്രോഗ്രാമുകളും താൽക്കാലികമായി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിവെക്കുകയാണ്. യെസ്, അപ്പോൾ അൻവറിൻ്റെ പ്രതികരണം അത് തന്നെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഡേറ്റ് ഫേസ്ബുക്കിലൂടെ അറിയിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ പാട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധിയിടത്ത് കറണ്ട് ഇല്ല അങ്ങനെ ഒരു വാർത്ത പലരും പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഏരിയ കൂടി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. മിനിബാബു പറഞ്ഞു, വിളിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ കറണ്ട് ഇല്ല എന്ന് പറയുന്നു. വിനിയസ് നായർ, ഹായ് പ്രാപ്ര, ഗാനം അതിമനോഹരം, നന്നായി പാടിയത് ശ്രുതി പറയുന്നുണ്ട്. മേലെപ്പറമ്പിൽ ആൺവീട്, ആ സിനിമ എടുത്ത് പറയുന്നുണ്ട് ചിലർ. അങ്ങനെ നമ്മുടെ പാട്ടിനെ കുറിച്ചാണ് ആദ്യം രാഷ്ട്രീയ കമൻസ് അല്ലെങ്കിൽ അതാണ് ആദ്യം വന്നിരിക്കുന്ന കമൻസ് ഒക്കെ. അപർണ പറയുന്നു, എല്ലായിടത്തും കറണ്ട് പ്രശ്നമുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വരട്ടെ. മെറ്റ്സ് എന്ന് പറയുന്നൊരു ഐഡിയ എന്നും പറഞ്ഞു, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ തോന്നിയവാസ സമരം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ രീതിയിൽ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞിരുന്നു, സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വരാൻ പോകുന്നു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് പോകുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പം രവികുമാർ, പ്രസിഡന്റ് പ്രവിത, പരിപാടി കുറച്ച് നേരത്തെ തുടങ്ങണം, അത് രാവിലെ 4:30 എഴുന്നേൽക്കാനുള്ളതാണ് എന്ന്. അപ്പം നമ്മുടെ സമയമാറ്റത്തെക്കുറിച്ചും ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സമയം തിരിച്ച് 10:30 ആക്കണം എന്നുള്ളതാണ് പലരുടെയും ആവശ്യം. ശരി, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കറണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദീകരണങ്ങൾ KSEBിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒക്കെ വരാം. അപ്പം നമ്മളെ കുറച്ച് മുൻപ് KSEBിയുടെ ഒരു വാർത്ത നൽകിയിരുന്നു അല്ലേ, കറണ്ട് ഇല്ല എന്നുള്ളൊരു വാർത്ത നൽകി. നല്ലൊരു വിശദീകരണം ഇപ്പോൾ KSEB തന്നെ നൽകുന്നുണ്ടല്ലോ പ്രജൻ. യെസ്, അപ്പോൾ ഇന്ന് 6 മണിക്ക് ശേഷം
വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നൊരു അറിയിപ്പ് നേരത്തെ തന്നെ KCB നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലായി അതിങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നത്. അരമണിക്കൂർ എന്ന രീതിയിലായിരിക്കും പല മേഖലകളായിട്ട് അത് ഉണ്ടാവുക. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ കുറവുള്ളതിനാലാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് മുൻപ് തന്നെ KCB അറിയിച്ചത്. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു 10:45 മുതൽ 11:30 വരെ അത് ബാധകമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രണമൊക്കെ ഉറങ്ങാൻ പോകുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ അറിയിപ്പുണ്ട് കൃത്യമായിട്ട് KCBന്റെ PRO അത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് വൈദ്യുതി മുടങ്ങുന്നത് എന്നൊരു ചോദ്യം വേണ്ട, ഇതാണ് പ്രശ്നം. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ട് എന്ന് KCB വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിരിക്കുന്നത്. കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ ജാമ്യം തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും വരെയാണ് അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞത്. അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകി. ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി. പരാതി വൈകിയതും 2019 മുതൽ 2022 വരെ പരാതിക്കാരി ഫേസ്ബുക്കിലിട്ട പോസ്റ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ നടപടികളും വിശദീകരിച്ച മുകുൾ റോത്തഗിയുടെ വാദത്തെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി എതിർത്തു. തടസ്സ ഹർജി നൽകിയവർ വാദം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടക്കാല സംരക്ഷണം അനുവദിക്കുകയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ. ഇതായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയെ നേരിട്ട് കണ്ട് പറയണം. കേസ് അന്വേഷണവുമായി സമ്പൂർണ്ണമായി സഹകരിക്കുമോ? ഈ കാര്യത്തിൽ സഹകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണമായി സഹകരിക്കും. ലൈംഗിക പീഡന കേസിൽ 23 വർഷം ശിക്ഷിക്കപ്പെട്ട ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റീനോട് താരതമ്യപ്പെടുത്തിയായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവറിന്റെ വാദം. കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ നേരിട്ട സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം കേസിന്റെ ഗൗരവം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനാകുമോ എന്നുള്ളത് നിർണായകമാകും. ടീം 24 ഡൽഹി. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രേക്ഷകർ പോലും പറഞ്ഞ കാര്യമാണ് ഈ ട്രെയിൻ യാത്ര ദുരിതം. കൃത്യമായി ട്രെയിൻ സർവീസുകളില്ല, ഉള്ള ട്രെയിനുകളാണ് പിടിച്ചിടുന്നു. അങ്ങനെ ആകെ മൊത്തം ദുരിതമാണ്. പലരും തളർന്നു വീഴുന്ന കാഴ്ച കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായി ഓഫീസ് ടൈമിൽ ഓടുന്ന ട്രെയിനുകളാണ്, വേണാട് എക്സ്പ്രസ് പോലെ. അതെ. എന്നാലും തിരുവനന്തപുരം എറണാകുളം റൂട്ടിലെ ദുരിതയാത്ര പരിഹരിക്കാൻ അടിയന്തര നീക്കവുമായി ദക്ഷിണ റെയിൽവേ വരുന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത്. എറണാകുളം പുനലൂർ റൂട്ടിൽ പുതിയ മെമു ട്രെയിൻ തുടങ്ങും എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാനും ധാരണയായി. വേണാട് എക്സ്പ്രസിൽ ഇന്നും യാത്രക്കാരെ കുഴഞ്ഞു വീണതിന് പിന്നാലെയാണ് ദക്ഷിണ റെയിൽവേയുടെ അടിയന്തര നീക്കം. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ 2 ട്രെയിനുകളാണ് റെയിൽവേ പരിഗണിക്കുന്നത്. പുനലൂർ എറണാകുളം മെമു, കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിനുകൾക്ക് റെയിൽവേ തത്വത്തിൽ അനുമതി നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. വിഷയത്തിൽ ഇടപെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് റെയിൽവേ ചെയർമാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും റെയിൽവേ ബോർഡിന്റെ തീരുമാനമുണ്ടാവുക. സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലായിരിക്കും പുതിയ സർവീസുകൾ. വേണാട് എക്സ്പ്രസിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുന്ന കാര്യവും ബോർഡ് സജീവമായി പരിഗണിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. പ്രവിത, ഇതാ സ്വാലിഹ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ കറണ്ട് നിയന്ത്രണം വെക്കുന്നത് പോലെ കറണ്ട് ബില്ലിന്റെ എമൗണ്ടിലും നിയന്ത്രണം വേണം എന്നാണ് സ്വാലിഹ സിദ്ദിഖ് പറയുന്നത്. അതായത് കാശ് അധികം കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോയാലോ? കേരളത്തോട് വീണ്ടും അവഗണന. കേന്ദ്രത്തിന്റെ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളമില്ല. 3 സംസ്ഥാനങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്തെ പരിഗണിച്ചില്ല. അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. അച്യുതൻ, വീണ്ടും ഈ രീതിയിലുള്ള ഒരു അവഗണന അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ പ്രഖ്യാപനം? അതിൽ കേരളമില്ല എന്നതാണല്ലോ നമ്മളെ കുഴക്കുന്നതും നമ്മളെ നിരാശപ്പെടുന്നതും.
തീർച്ചയായിട്ടും പ്രജിൻ പ്രവിത, കാരണം ഈ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചത്. മരണനിരക്ക് അത് ഉയരുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായി. ആ ഘട്ടത്തിൽ പോലും സംസ്ഥാനം ആവശ്യപ്പെട്ടത് അടിയന്തരമായിട്ടുള്ള ഒരു കേന്ദ്രത്തിന്റെ ഇടപെടൽ, അത് ധനസഹായം എന്ന നിലയിൽ നൽകണമെന്നൊരു ആവശ്യം കേരളം മുന്നോട്ട് വച്ചിരുന്നു. ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഡൽഹിയിലെത്തി വിശദമായ നിവേദനവും കൈമാറിയിരുന്നു. പക്ഷേ അതിലൊരു കാലതാമസം എടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 3 സംസ്ഥാനങ്ങൾക്ക് ഈ പ്രളയ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും വിലയിരുത്തുമ്പോൾ BJP അധികാരത്തിലിരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടി രൂപയുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കേരളം ഉൾപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര റിപ്പോർട്ട് പരിശോധിച്ച് അതിന്റെ മുറയ്ക്കായിരിക്കും സഹായം ധനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഒരു കടുത്ത വിവേചനമാണ് പശ്ചിമ ബംഗാളിനോട് കാണിച്ചത്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ വിലയിരുത്തുമ്പോൾ കർണാടക, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രളയ സമാന സാഹചര്യങ്ങൾ ഈ മൺസൂൺ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഒരു വിവേചനപരമായിട്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്രം. കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇടങ്ങളിലാണോ ഇപ്പോൾ സഹായധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്? പ്രവിധ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം പറഞ്ഞിരിക്കുന്നത് മൺസൂൺ കാലത്തുണ്ടായ സാഹചര്യങ്ങൾ അത് പരിഗണിച്ചാണ് ഇപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾക്ക്, ഗുജറാത്തിനും മണിപ്പൂരിനും ത്രിപുരയ്ക്കും ഈ സഹായധനം നൽകിയിരിക്കുന്നത് എന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. അത് വിലയിരുത്തുമ്പോൾ അതുപോലെ തന്നെ ഈ ഗുജറാത്തിനെയും മണിപ്പൂരും ത്രിപുരയും പോലെ തന്നെ പ്രളയ സമാന സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന മറ്റു സംസ്ഥാനങ്ങളാണ് ഈ ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും. അതിനെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഉണ്ടായത് കേരളത്തിലാണ്. അപ്പോൾ അടിയന്തര ധനസഹായം അത് കേരളത്തിന് നിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ ഒരു പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വേണം. അത് ധനസഹായം എന്ന രൂപേണ തന്നെ ആ ഒരു ഇടപെടൽ ലഭിച്ചാൽ മാത്രമേ പുനരധിവാസം എത്രയും വേഗത്തിലേക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം കൂടി അതായിരുന്നു. എന്തായാലും അത്തരം ആവശ്യങ്ങൾ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല, പരിഗണനാ പട്ടികയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ധനസഹായം. ശരി, ആർച്ചിതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. ഈ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർ പറയുന്നു, ഷാജി പൊയ്കയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്, പൊയ്കയിൽ. പ്രജി പ്രവിധ ഇപ്പോൾ രാത്രി കൂടുതലുള്ളതിനാൽ നാട്ടിലുള്ള പലരും 10 മണി കഴിയുമ്പോൾ ഉറങ്ങാൻ പോകും. അതുകൊണ്ട് നമ്മുടെ പരിപാടി നാട്ടിലുള്ള പലർക്കും അറിയില്ല. ടൈം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നാണ് ഷാജി ചോദിക്കുന്നത്. നിലവിൽ 10:45 നമ്മുടെ സമയം. പ്രേക്ഷകരുടെ ഒരുപാട് പേരുടെ കമന്റ്സ് സമാനമായ രീതിയിലുണ്ട്. സജി തോമസ് വേൾഡ് എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്ന് വരുന്നു. വാച്ചിങ് ഫ്രം നോർത്ത് കരോലിന അറ്റ് 1:30 PM എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മുടെ ഷോ കാണുന്നുണ്ട്. വിൻസി വരുന്ന വാർത്തകൾ കൂടുന്ന സാഹചര്യത്തിൽ മാനദണ്ഡം കണക്കെടുത്ത് എല്ലാവരും സഹകരിക്കേണ്ടതാണ് എന്ന് നമുക്ക് അനുകൂലമായിട്ടാണ് വിൻസി സംസാരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇത് അഹമ്മദ് ബാലിക്ക് പറയുന്നു. വർക്കല കാപ്പിൽ കടൽ തീരത്ത് അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പാലോട് സ്വദേശികളായ 4 പേർ തിരയിൽപ്പെട്ടു. ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നൊരു കാര്യം പങ്കുവെക്കുന്നുണ്ട് അഹമ്മദ്. അപ്പോൾ നിങ്ങളുടെ കമന്റുകളൊക്കെ പോരട്ടെ. ഇതാ കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് നമ്മളുടെ SAT ആശുപത്രിയിലെ ഒരു എന്താണ് പറയുക, അവിടുത്തെ ഒരു പ്രതിസന്ധി നമ്മൾ റിപ്പോർട്ട് ചെയ്യായിരുന്നു തുടർച്ചയായി. കാരണം അവിടെ 3 മണിക്കൂർ നേരം അവിടെ അത്യാഹിത വിഭാഗത്തിൽ കറണ്ട് പോയിരുന്നു. ICUലടക്കം കറണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൂട്ടിരിപ്പുകാരൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. എന്തായാലും ആ SAT ആശുപത്രിയിലെ വൈദ്യുതി മുടങ്ങിയ സംവിധാനം അല്ലെങ്കിൽ അപ്പോൾ അവിടെ ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നാണ് ആരോഗ്യവകുപ്പ് പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഉപകരണങ്ങളുടെ കാലപ്പഴക്കമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് KCB വിശദീകരിക്കുന്നു. വൈദ്യുതി ഉപകരണങ്ങൾ ക്ലാവ് പിടിച്ച നിലയിലുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. രാവിലെയോടെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇന്നലെ രാത്രി 3.5 മണിക്കൂറോളം ഇരുട്ടിലായ SAT ആശുപത്രിയിൽ രാവിലെയോടെയാണ് വൈദ്യുതി സാധാരണ നിലയിലായത്. ജനറേറ്ററിന്റെ സഹായമില്ലാതെ വൈദ്യുതി എല്ലായിടത്തും സ്ഥാപിച്ചതായി സൂപ്രണ്ട് അറിയിച്ചു. വൈദ്യുതി തടസ്സപ്പെടാൻ കാരണം SATയിലെ ഇലക്ട്രിക് വിഭാഗത്തിന്റെ വീഴ്ചയാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സമഗ്ര സമിതി അന്വേഷണം നടത്തും. KCBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. PWD ആണ് അവരുടെ ജനറേറ്ററിന്റെ ഭാഗത്തു നിന്നുള്ള സപ്ലൈ തകരാറായത്. മഴക്കാലത്തിന് മുമ്പുള്ളൊരു മെയിൻ്റനൻസ് വരുമല്ലോ, അതിനുള്ള സമയം കൊടുത്തപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല. അവർക്ക് ആസ്പത്രി അതിൽ കുറ്റമല്ല, അവരുടെ പ്രശ്നങ്ങളുമുണ്ട്. ഇലക്ട്രിക് റൂമിൽ ഉപകരണങ്ങൾ ക്ലാവ് പിടിച്ച നിലയിലാണ്.
കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതും വൈദ്യുതി തടസ്സത്തിന് കാരണമായെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. വീഴ്ചയില്ലെന്ന് ആരോഗ്യവകുപ്പും വൈദ്യുതി വകുപ്പും ആവർത്തിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാണ് തീരുമാനം. SITയിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. വൈദ്യുതി പുനഃസ്ഥാപിച്ചെങ്കിലും പൂർണ്ണമായി പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പാനൽ ബോർഡിലെ കോണ്ടാക്ടർ സ്വിച്ച് മാറ്റി സ്ഥാപിക്കണം. 24 തിരുവനന്തപുരം. അപ്പോൾ ഈ എന്താ പറയുക, അടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു. അതിന് മുമ്പ് കുറേ കമൻറ്റുകളുണ്ട്. ഈ പൊയ്കയിൽ എന്ന് പറയുന്ന പാട്ട് പറഞ്ഞപ്പോൾ ആ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കമൻറ്റുകൾ വന്നു. പൊയ്കയിൽ ആയിക്കോട്ടെ നല്ല പാട്ട് എന്ന് ഒരാൾ പറയുന്നുണ്ട്. ആ പാട്ടൊന്ന് പാടടോ എന്ന് സുമീർ എടപ്പറ്റ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അപ്പോൾ പാടുന്നോ? പവിത്രൻ പറയുന്നു ഒരു പാട്ട് കൂടി പാടിയിരുന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന്. പാടാം. അതിനു മുമ്പ് അടുത്ത രസകരമല്ല, കുറച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യം കൗതുകം ഉണ്ട് ആ വാർത്തയിൽ. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ അധികൃതരെ വട്ടം കറക്കിയ ഹനുമാൻ കുരങ്ങുകളെ പറ്റിയാണ്. വീണ്ടും ചാടിപ്പോയിട്ടുണ്ട്. 3 പെൺകുരങ്ങുകളാണ് രാവിലെ പുറത്തു കടന്നത്. മൃഗശാല പരിസരത്ത് തന്നെ കുരങ്ങുകൾ ഉണ്ട് എന്നും തിരികെത്തിക്കാൻ ശ്രമം നടക്കുന്നതായുമാണ് അധികൃതർ പറയുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഹനുമാൻ കുരങ്ങുകൾ തന്നെ ഇങ്ങനെ ചാടിപ്പോകുന്നുണ്ടല്ലോ. ഈ പോയ 3 ഒന്ന് അന്ന് ചാടിപ്പോയ ആളാണെന്നും കഷ്ടപ്പെട്ടാണ് പിടിച്ചത്. അതെ. രാവിലെ 8:45 തീറ്റയുമായി ജീവനക്കാരെത്തിയപ്പോഴാണ് കുരങ്ങുകൾ ചാടിപ്പോയ വിവരം അറിയുന്നത്. 1 അല്ല 3 എണ്ണം. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ചായ്ഞ്ഞ മുളങ്കൂട്ടത്തിൽ കയറിയാണ് കുരങ്ങുകൾ പുറത്തു കടന്നത്. തിരുപ്പതിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും എത്തിച്ചതാണ് കുരങ്ങുകളെ. തൊട്ടടുത്ത മരത്തിൽ കയറി ഇരിപ്പുറപ്പിച്ച കുരങ്ങുകളെ താഴെ ഇറക്കാൻ ശ്രമം തുടരുകയാണ്. തൊട്ടടുത്തുള്ള മരത്തിന്റെ മുകളിൽ തന്നെ ഉണ്ട്. നിരീക്ഷ 3 ഉണ്ട്. 3 ഉണ്ട്. 2 മരത്തിലായിട്ട് 3 ഇരിപ്പുണ്ട്. മെയിൽ അത് കാരണം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും, ഈ മെയിൽ ഇതും ഫീമെയിൽസുമായിട്ട്. ഒരാൺ ഹനുമാൻ കുരങ്ങുൾപ്പെടെ 4 കുരങ്ങുകളെ ഒരുമിച്ചായിരുന്നു പാർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ ചാടിപ്പോയ പെൺ ഹനുമാൻ കുരങ്ങ് ദിവസങ്ങളോളം മൃഗശാല ജീവനക്കാരെ വട്ടം കറക്കിയിരുന്നു. ഇടയ്ക്കിടെ കുരങ്ങുകൾ ചാടിപ്പോകുന്നതും മാനുകൾ ചത്തുപോകുന്നതും മൃഗശാല ജീവനക്കാരുടെ വീഴ്ച മൂലമെന്നാണ് ഉയരുന്ന വിമർശനം. കഴിഞ്ഞ വർഷം മൃഗശാലയിൽ നിന്ന് പുറത്തു ചാടിയ പെൺകുരങ്ങ് 24 ദിവസമാണ് ജീവനക്കാരെ വട്ടം ചുറ്റിച്ചത്. അതുകൊണ്ട് പരമാവധി പ്രകോപിപ്പിക്കാതെ പ്രലോഭിപ്പിച്ച് താഴെ ഇറക്കാനുള്ള വഴിയാണ് ജീവനക്കാർ തേടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥിതി ഇതാണെങ്കിൽ, അതായത് മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങുകൾ പുറത്ത് ചാടിയതാണ് തലവേദനയെങ്കിൽ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ അവസ്ഥ അതല്ല. അതെ, അവിടെ അകത്ത് കയറിയ കുരങ്ങനാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. എന്തായാലും ഇന്ന് കുരങ്ങന്മാരുടെ ദിനമാണോ? വാർത്തകൾ 2 വ്യത്യസ്ത വാർത്തകളായിട്ടാണ് കുരങ്ങന്മാർ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെയാണെന്നേ ഉള്ളൂ. അതെ, എന്തായാലും മണിക്കൂറുകളായി ഇപ്പോഴും പിടികിട്ടിട്ടില്ല കുരങ്ങ് എവിടെയാണെന്നുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു കുരങ്ങിനെ പുറകെ കുറേ ആളുകൾ ഇപ്പോഴും ഓടുന്നുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ തെരച്ചിൽ നടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അതെ, മണിക്കൂറുകളായിട്ടും ഇങ്ങനെ മരങ്ങളിലും അപ്പം ബിൽഡിങ്ങുകളിലും ഒക്കെ ചാടി നടക്കുന്ന ആ കുരങ്ങിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എവിടെയാണോ? പിടിതരാതെ റൺവേയിൽ ഒരു ഒറ്റ ഓട്ടമാണ്. പിന്നെ കാണുന്നത് മരത്തിന്റെ കൊമ്പിലോ കെട്ടിടത്തിന് മുകളിലോ. ഇങ്ങനെ വിമാനത്താവള അധികൃതരെ വട്ടം ചുറ്റിച്ച് ഒരു കുരങ്ങൻ കറങ്ങാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2ന്റെ പരിസരത്താണ് കുരങ്ങനെ കണ്ടത്. വിമാനത്താവള അധികൃതരുടെ വിളികേട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടും രക്ഷയില്ല. ഇപ്പോൾ കുരങ്ങിനെ കാണാനുമില്ല. റൺവേയിലോ ടെർമിനലിലോ മരത്തിലോ കെട്ടിടത്തിലോ എവിടെയാണെന്നറിയില്ല. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 24 കൊച്ചി. അപ്പൊ എന്തായാലും അത് രസമായിട്ടുണ്ട്, കൗതുകമായിരുന്നു. പോളി ഓട്ടമായിരുന്നു റൺവേയിലേക്ക്. അപ്പോൾ എന്തായാലും ആ തിരച്ചിൽ അതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ പൊയ്കയിൽ നിന്ന് പാട്ട് പറഞ്ഞിരുന്നല്ലോ, പഠിച്ചോ? അതിന്റെ അനുപല്ലവിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം 4 വരി. പൂന്തിരകൾ പൂശി നിന്നെ പുഷ്പധൂളി സൗരഭം, പാൽത്തിരകൾ ചാർത്തി നിന്നെ മുത്തുകോർത്ത് നോപുരം, വെണ്ണുരമേൽ
ചന്ദന ചാർത്താൻ നീ ദേവനന്ദിനി ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരി നീ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവിയിൽ നീരാടും നേരം. അങ്ങനെ പോകും. അതെ അതെ. ഇവിടെ BP ഫുട്ബോൾ പറയുന്നു, ഹായ് പാട്ട് പാടുമോ, ഞങ്ങൾ എൻ്റെ പുഷ്പനി അറിയാമോ എന്ന് പറയുന്ന സോങ് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പാടാം നമ്മൾ. ഓക്കെ. അതുപോലെ അഹമ്മദ് പറയുന്നു, അന്ന് പോയ കുരങ്ങ് കൂടെയുള്ള കുരങ്ങുകളെ വഴിതെറ്റിച്ചതാകും. ചാൻസ് ഉണ്ട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇതാ ഒരു കോളർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനന്തു ആണ്. അനന്തു വിജയകുമാർ from പെരുമ്പാവൂർ. യെസ്, ഹലോ, ഹായ് അനന്തു. ഹായ്, എന്തൊക്കെയുണ്ട്, സുഖായിരിക്കുന്നോ? വിശേഷങ്ങൾ പറയൂ. സുഖമായിട്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? സന്തോഷം, സുഖം, സമാധാനം. ഞാൻ ഡ്രൈവറാണ്. ആഹാ, അതാണ്. എവിടെ, പെരുമ്പാവൂർ തന്നെയാണോ? അതെ, എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാൻ പെരുമ്പാവൂർ സെറ്റിൽഡ് ആണ്. എന്തൊക്കെ വണ്ടികളാണ് ഓടിക്കുന്നത്? ഏതൊക്കെ വണ്ടികൾ ഓടിക്കും? എല്ലാം ഓടിക്കുമായിരിക്കും അല്ലേ? അത്യാവശ്യം ഏകദേശം എല്ലാ വണ്ടി ഓടിക്കാറുണ്ട്. അടിപൊളിയാണ്. ബസ്സും ട്രക്കും ഒക്കെ ഓടിക്കാറുണ്ട്. എന്തോ? ബസ്സും ട്രക്കും ഒക്കെ ഓടിക്കാറുണ്ട്. അതെ, ഹെവി ലൈസൻസ് ഉണ്ടോ അറിയേണ്ടത്. ഇതുവരെ ഓടിച്ചിട്ടില്ല. അതെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതേ, പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ദേഷ്യം വരുന്നത് മുന്നിൽ പോകുന്ന വണ്ടി ഇങ്ങനെ എഴഞ്ഞു പോകുമ്പോൾ ഒട്ടും ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം തരാതിരിക്കുന്നത്. അങ്ങനെ ഒരു ദേഷ്യം തോന്നാറുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ നമ്മുടെ റോഡിലുള്ള? തോന്നാറുണ്ട്. നമ്മളും ആ ഒരു രീതിയിൽ പോകുമ്പോഴാണ് നമുക്ക് ദേഷ്യം തോന്നാറുള്ളത്. പ്രവിദോഷം അങ്ങനെ ഒന്നും ചെയ്യാറില്ല അല്ലേ? ദേഷ്യം തോന്നാറില്ല അല്ലേ? ഭയങ്കര ക്ഷമയോടുകൂടി ഡ്രൈവ് ചെയ്യുന്ന ആളാണ് പ്രവിത. അതാണ് ചോദിച്ചത്. അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അടുത്ത ആരൊക്കെയുണ്ട് വീട്ടിലാരൊക്കെയുണ്ട് പറയൂ. ഞാൻ എന്റെ വീട്ടില് അമ്മയുണ്ട്, അമ്മൂമ്മ, പിന്നെ വൈഫിന്റെ അമ്മ, വൈഫിന്റെ അച്ഛൻ, വൈഫിന്റെ അനിയൻ. വലിയ കുടുംബമാണ്. ആഹാ, എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതെ അതെ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറക്കാനുള്ള പരിപാടിയാണല്ലേ? കഴിച്ചു കഴിഞ്ഞു. അതെ അതെ. സ്ഥിരം കാണാറുണ്ടോ ഞങ്ങളുടെ പരിപാടി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അനന്ത് പാട്ട് പാടാറുണ്ടോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അപ്പൊ ഒരു പാട്ട്, ഒരു നാലൊരു പാട്ട് കേൾക്കാം നമുക്ക്. പെട്ടെന്ന് പാടാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ഞാൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ ഏത് പാട്ട് പാടണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. ഇഷ്ടമുള്ളൊരു പാട്ട്, 4 വരി. നീർമണിത്തുളുമ്പി നീ എന്നരിയുന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ ഞാനോരങ്ങിനെ പൂ കൊള്ളാം. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പോ ഇനിയും നമ്മളെ വിളിക്കുക, നമ്മുടെ പരിപാടി തുടർന്നും കാണുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വിളിച്ചതിന് ഒരുപാട് നന്ദി അനന്തു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അനന്തു. യെസ്, അപ്പൊ അനന്തു വിജയകുമാറാണ് പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചത് അല്ലേ? യെസ്, അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതാ മറ്റൊരു റിപ്പോർട്ട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കോഴിക്കോട് ചാലിയം കടലുണ്ടി പാതയോരത്ത് കൊയ്ത്തുത്സവം നടന്നു. കാട് മൂടിക്കിടന്ന സ്ഥലമാണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാസം മുൻപാണ് ചാലിയം കടലുണ്ടി 1-ാം പാലം ബസ് സ്റ്റോപ്പിന് സമീപം കാട് മൂടിക്കിടന്ന സ്ഥലം പ്രദേശവാസിയായ KC ദാസ് കൃഷിയോഗ്യമാക്കിയത്. മറ്റൊരിടത്ത് പച്ചക്കറി കൃഷി നടത്തിയപ്പോൾ കുട്ടികൾ ചോദിച്ച ഈ ചോദ്യമാണ് നെൽകൃഷി ഇറക്കാൻ കാരണം. ഒരു കുട്ടി ചോദിച്ചു, ഇതിൽ അരി ഉണ്ടാകുന്ന മരം ഏതാണ്? നിങ്ങൾ ചോദിച്ചത് നെല്ലാണ്. ആ നെല്ല് എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല. ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് വിത്ത് സംഘടിപ്പിച്ച് അത് ഉൽപ്പാദിപ്പിച്ച് നെല്ലാക്കി മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഇതിനെ പ്രേരിപ്പിച്ച അരി ഉണ്ടാകുന്ന മരം. ആ ചോദ്യമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ചിറ്റാണി ഇനം വിത്താണ് ഉപയോഗിച്ചത്. ആഘോഷമാക്കിയാണ് കൊയ്ത്തുത്സവം നടത്തിയത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ നെല്ലുകൊണ്ട് തൊട്ടടുത്ത അങ്കണവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് പായസം നൽകാനാണ് തീരുമാനം.
പാതയോരത്തെ ഈ പരീക്ഷണം ഇനിയും തുടരും. 24 കോഴിക്കോട്. 66ാമത് KC മാമൻ മാപ്പിള ട്രോഫി ഉത്രാടം തിരുനാൾ പമ്പ ജലമേള നടന്നു. മേൽപ്പാടം ചുണ്ടനാണ് ജേതാവ്. പായിപ്പാടൻ ചുണ്ടൻ രണ്ടാമതും ജവഹർ തായങ്കേരി മൂന്നാമതും എത്തി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഓൺലൈനായി ജലമേള ഉദ്ഘാടനം ചെയ്തു. അത്യാവേശപൂർവമായിരുന്നു ഇത്തവണയും നീരാറ്റുപുറം വള്ളംകളി എന്ന സി മാമൻപിള്ള സ്മാരക ജലമേള. ഫൈനൽ മത്സരത്തിന് മുൻപ് നടന്ന ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ ആവേശം വാനോളം. ഹീറ്റ്സിന് ശേഷം മേൽപ്പാടം ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക് തുഴ നീട്ടിയെറിഞ്ഞു. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ സെയിന്റ് ജോർജിനെ പിന്നിലാക്കി ആനാരി ഒന്നാം സ്ഥാനത്തെത്തി. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ PG കരിപ്പുഴ, വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ കോട്ടപ്പറമ്പൻ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി. വനിതകളുടെ തെക്കനോടി വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രണവം കുടുംബശ്രീയുടെ കാട്ടിൽ തെക്കേതിൽ വള്ളം വിജയം നേടി. ചലച്ചിത്രതാരം സോണിയ മൽഹാർ മേളയിൽ മുഖ്യാതിഥിയായി. 24 ആലപ്പുഴ. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോയുടെ സമയം പൂർത്തിയാവുകയാണ്. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.